ഡിഗ്രിക്ക് ശേഷം എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ ടെക്നിക്കൽ ജോബുകൾ, അതായത് ഗ്രൗണ്ട് ഓപ്പറേഷൻസ്, കസ്റ്റമർ ഹാൻഡ്ലിംഗ് പോലുള്ള ജോബുകൾ കിട്ടാൻ ഏറ്റവും മികച്ച ഒരു ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത് അയാട്ട പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. അയാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ആ ഒരു അസോസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് ഇതിന് ഏറ്റവും മികച്ചത്. എന്നാൽ കേരളത്തിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികൾ ഈ അയാട്ട കോഴ്സിനേക്കാൾ ഉപരി മറ്റു പല ഡിപ്ലോമ പ്രോഗ്രാംസ്, പല പേരുകളിൽ പല സർട്ടിഫിക്കറ്റിൽ വരുന്ന ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അയാട്ട പോലെ മികച്ച ഒരു കോഴ്സ് ഉപേക്ഷിച്ചിട്ട് ഇത്തരത്തിലുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്, 1-2 പോയിന്റ്സ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ജോബുകൾ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എയർപോർട്ടുകളിലെ എയർലൈൻസിന്റെ സ്റ്റാഫായിട്ട് ഗ്രൗണ്ട് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ട് അയാട്ടയുടെ കോഴ്സുകൾ ഒഴിവാക്കിയിട്ട് മറ്റ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കുന്നു എന്നതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അയാട്ടയുടെ കോഴ്സ് സെല്ല് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു രീതിയാണ്. അയാട്ടയുടെ കോഴ്സ് ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സായിട്ടാണ് സെല്ല് ചെയ്യപ്പെടുന്നത്. കാര്യം ഇവർ ഈ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എയർ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയും കാര്യങ്ങളൊക്കെയാണ്, ഇന്റർനാഷണലൊക്കെ ആണെങ്കിലും ഇവരുടെ ഈ അയാട്ടയുടെ കോഴ്സുകൾ, അത് ഏത് കോഴ്സ് എടുത്താലും ഫൗണ്ടേഷൻ ആയാലും മറ്റേത് കോഴ്സ് എടുത്താലും ഇതിനകത്ത് ഒരുപാട് സെഗ്മെന്റ്സ് വരുന്നുണ്ട്. അതായത് ഇതിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ടിക്കറ്റ്, വിസ, മറ്റ് കാര്യങ്ങൾ, ഡോക്യുമെന്റേഷൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഗ്രൗണ്ട് ഓപ്പറേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഒരു ടൂർ കമ്പനികളിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ട്രാവൽ ആൻഡ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആ ട്രാവൽ കോഴ്സായിട്ടാണ് സെല്ല് ചെയ്യപ്പെടുന്നത്. ഒരിക്കലും എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്യപ്പെടുന്നില്ല. അവിടെയാണ് നമ്മുടെ ഇവിടുത്തെയുള്ള മറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് അയാട്ടയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും വാല്യൂ കുറവുള്ള പല സർട്ടിഫിക്കറ്റ്സും, ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അത്തരം സർട്ടിഫിക്കറ്റ്സിന് ഒരു വിജയം എന്ന് പറയുന്നത് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് അത് പഠിപ്പിക്കുകയാണ്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അയാട്ടയുടെ അത്രയും ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. കാരണം ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഞാൻ ഈ 2 കോഴ്സും ചെയ്തതാണ്. ആദ്യം എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അത് പഠിച്ച് പാസ്സാവുകയും ചെയ്തു. അത് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഇതില്ല. അതുകൊണ്ട് ഞാൻ അയാട്ടയുടെ ഒരു കോഴ്സും പഠിച്ചു. അതും ഈ 2 കോഴ്സും പഠിച്ചത് കൊണ്ട് എനിക്കിത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അത് മാത്രമല്ല ഞാൻ ഇത് 2 പാസ്സാവുകയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അയാട്ടെ ഒരു ട്രാവൽ റിലേറ്റഡ് കോഴ്സ് എന്നുള്ള രീതിയിലാണ്. അവരുടെ പരസ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മറ്റ് ഇത് വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു എയർപോർട്ട് മാനേജ്മെന്റ് എന്നാണ്. സ്വാഭാവികമായിട്ടും കുട്ടികൾ ട്രാവൽ കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടാറില്ല. ഈ എയർപോർട്ട് മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമായിട്ട് അവർ ആ വഴിക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാട്ടെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമതൊരു കാരണമായിട്ട് തോന്നിയേക്കുന്നത് ഈ അയാട്ട കോഴ്സുകളുടെ ഡ്യൂറേഷനാണ്. ഈ അയാട്ട കോഴ്സുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഇത് മാക്സിമം അയാട്ടയുടെ ഒരു 99% ഓഫ് കോഴ്സുകൾ, അതായത് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months ആണ്. അതായത് 4 to 6 months കൊണ്ട് എക്സാമോട് കൂടി എക്സാം പാസ്സായി എവിടെയെങ്കിലും ജോലിക്ക് കയറുക, എയർപോർട്ടിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എയർപോർട്ട് വേണ്ടാത്തവർക്ക് ഈ പറയുന്ന ട്രാവൽ ഏജൻസിയിലോ എവിടെ വേണമെങ്കിലും ജോലിക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ആ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ പല കുട്ടികൾക്കും ഈ ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമില്ല. സത്യമായ കാര്യമാണ്. ഒരുപാട് കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കോഴ്സുകൾ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് എയർപോർട്ടിലായാലും ഇതിലൊക്കെ ഇന്നത്തെ കാലത്ത് ജോലികൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഗ്രി വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, പിന്നെ ഇത്തരം ഒരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാട്ടയുടെ കോഴ്സ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ജോബ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയൊക്കെ വരുന്നതാണെങ്കിലും അവർക്ക് മിനിമം 1 yearന്റെ ഒരു കോഴ്സെങ്കിലും കൊടുത്താലാണ് അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. 1 year പഠിച്ചാലല്ലേ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഈ 6 മാസത്തെ കോഴ്സ് പഠിച്ചിട്ട് എന്നാ വാല്യൂ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരുപാട് കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതൊരു തെറ്റായ കാര്യമാണ്. അതായത് ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇത് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ ഒരു കാര്യമായിട്ട് വരുന്നില്ല. അത് ഏത് ഇതിലേക്കുമായിട്ട് നോക്കുകയാണെങ്കിലും, അതായത് നിങ്ങൾക്കിപ്പോൾ ചില സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് 1 monthന്റെ ഉണ്ട്, 3 monthന്റെ ഉണ്ട്, 6 monthന്റെ ഉണ്ട്, 1 yearന്റെ ഉണ്ട്. അത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ഇത് മാത്രമാണ്. നിങ്ങൾ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടുക, ജോലിക്ക് കയറുക, ഇതാണ് ഈ ഇത്തരം ഡിപ്ലോമ ഷോർട്ട് ടൈം കോഴ്സുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഈ 6 months 6 months ആയതുകൊണ്ട് വലിയ ഡിമാൻഡില്ല. ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും ഒരു തമാശയായിട്ട് തോന്നും, പക്ഷേ കാര്യമാണ്. നമ്മൾ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്.
അപ്പോൾ അതൊരു ഇതാണ്. എന്നാൽ മറ്റ് എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ 1 ഇയർ വെക്കുന്നുണ്ട്. 1 ഇയർ ഇങ്ങനെ വലിച്ച് നീട്ടി അതിനനുസരിച്ച് ഫീസും കാര്യങ്ങളും മേടിക്കുന്നുണ്ട്. IIT കൂടുതൽ ഫീസുകൾ മേടിക്കുന്നതുണ്ട്. അതൊരു കാരണമായിട്ട് ഈ IIT തള്ളി, അതായത് ഡ്യൂറേഷൻ്റെ കാര്യത്തിൽ തള്ളിക്കളയുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതും ഒരു കാരണമാണിതിൽ. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ IIT കോഴ്സുകൾ പൊതുവെ പഠിക്കാൻ ഭയങ്കര ടഫാണ് എന്ന രീതിയിൽ പറയപ്പെടുന്നുണ്ട്. അതായത് മറ്റ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ IIT കുറച്ച് ടഫാണ്, അത് പാസ്സാവാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം അല്ലെങ്കിൽ എന്ന രീതിയിൽ കുട്ടികൾക്കിടയിലുണ്ട്. അതും ഇത്തരത്തിലുള്ള IIT കോഴ്സുകൾ അവോയ്ഡ് ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് മറ്റു കോഴ്സുകളിലെ പോലെയൊക്കെ തന്നെ അത്ര വലിയ ടഫോ കാര്യങ്ങളോ ഒന്നുമല്ല. തിയറിയാണ് ഇതിൽ വരുന്നത്, കൂടുതലും തിയറിയാണ്. കുറച്ച് ഫെയർ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, പക്ഷേ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. പിന്നെ ഇത് എൻ്റെ എക്സാം മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം മറ്റ് എക്സാംസ് നമ്മൾ എസ് എഴുതുന്ന പോലെ, മറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ എക്സാം എഴുതുന്ന പോലെ നോർമൽ ഒരു ഇതാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത്, IITയുടെ ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി ഓൺലൈനിൽ നമ്മൾ ചെയ്യുകയാണ്. അത് 1 വേഡ് ഇതാണ് വരുന്നത്. നമ്മൾ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ എക്സാം എഴുതുന്ന രീതിയിലാണ് ഇതിന്റെ ഇത് വരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും അത് ജയിക്കുന്നുണ്ട്, അത്തരം കോഴ്സുകൾ ജയിക്കുന്നുണ്ട്. അത്തരം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന IIT ഡെഡിക്കേറ്റ് ചെയ്യുന്ന അതിനു വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കുന്നവർ അത് പാസ്സാവുന്നുണ്ട്. ഇതില്ല. പണ്ടൊക്കെ ഇത് ഓപ്പൺ ടെസ്റ്റ്, പിന്നെ അത് നമ്മൾ നോർമലി PSC എഴുതുന്ന പോലെ പബ്ലിങ് ആ രീതിയായിരുന്നു. അത് മാറ്റി ഇപ്പോൾ ഓൺലൈനിലോട്ട് വന്നിട്ടുണ്ട്. നമ്പറിൽ അത്ര വലിയ ടഫായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇത് വളരെ ഈസി ആയിട്ട് ഒന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഒന്ന് മെനക്കെടാൻ പറ്റുന്നവർക്ക് പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇത് വരുന്നത്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് ഇവിടെയുള്ള കുട്ടികൾ ഈ IIT പഠിക്കാൻ താല്പര്യപ്പെടാതെ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളിലേക്ക് പോകുന്നതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എയർപോർട്ടുകളിൽ എയർലൈൻസിന്റെ സ്റ്റാഫായിട്ട് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവിടെ നല്ല പൊസിഷനുകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്കൊരു ഡിഗ്രി എന്തായാലും വേണം. അത് ഏവിയേഷൻ ഡിഗ്രി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ഡിഗ്രി നിങ്ങൾക്ക് വേണം. പ്ലസ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷിൽ ആവശ്യമാണ്. പ്ലസ് ഇൻഡസ്ട്രിയൽ നോളേജ് കിട്ടാൻ വേണ്ടി ഇത്തരമുള്ള IIT പോലുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ചെയ്യാൻ ശ്രമിക്കുക. IIT ആണ് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ ചില കുട്ടികൾ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ ഇല്ല, പഠിക്കാൻ പാടാണ്, അതൊക്കെ പറഞ്ഞിട്ട് IIT ആയിട്ട് ഒരു വാല്യൂ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഇന്റർനാഷണൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു IITയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് വീഡിയോയിൽ IITയെ കുറിച്ചും ഏവിയേഷൻ കോഴ്സുകളെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ചെറിയ ഒരു 6 മാസത്തെ ഒരു ചെറിയൊരു ഇതിന് ഒരു ഹാർഡ് വർക്കിന് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല ഇതിലായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ജോലികൾ കിട്ടാൻ ഇതുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ. ഇത് സംബന്ധമായ എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ സംശയങ്ങൾ ചോദിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നമസ്കാരം.